അള്ളാഹിനെ പ്രത്യക്ഷപ്പെടുത്തിയ മൂല്യരല്ല. മൂല്യർ അള്ളാഹിനെ കായ്ക്ക് വിറ്റവനാണ്. അള്ളാഹിനെ പ്രത്യക്ഷപ്പെടുത്തിയത് ഈ ഹോട്ടൽ കച്ചവടക്കാരനാണ്. എന്നാൽ എല്ലാവരും ഇവനെ കുറ്റം പറഞ്ഞതാ. ഇവൻ ദർസെന്ന് പാഞ്ഞ ദിവസം ഇവൻ ദർസെന്ന് പാഞ്ഞു, രണ്ടാളെയും ബാപ്പ കൊണ്ടയാക്കി. ഒരുത്തൻ എന്തായി? ദർസെന്ന് പാഞ്ഞു. കുരുത്തം കിട്ടവനെ ഇത് നന്നാവൂലടാന്ന് എല്ലാവരും പറഞ്ഞു. അവസാനം ആ നാട്ടിൽ ഏത് നല്ല കാര്യത്തിനും ഇവനേ ഉള്ളൂ. അവിടെ പള്ളി ഉണ്ടാക്കണമെങ്കിൽ പോകാൻ, മദ്രസ ഉണ്ടാക്കുന്ന ഇവനാണ്. അള്ളാഹിനെ പറയും ആരെങ്കിലും തയ്യാറുണ്ടെങ്കിൽ അതിന് ബലം കൊടുക്കാൻ ഇവനാണ്, ചെലവാക്കാൻ ഇവനാണ്, എന്തിനിവനാണ് സമർപ്പിച്ചത് ഇവനാണ്. എന്നാ ഇവന് അലിഫിന്റെ മഹ്റജോട്ട് അറിയില്ല. ഇവനാണ് ഇബ്രാഹിമിന്റെ പൊന്നുമോൻ. ഇവനാണ് ഇബ്രാഹിമിന്റെ പൊന്നുമോൻ. മറ്റതോ ഇബ്രാഹിമിനെ വിറ്റവനാണ്. ഫീൽഡ് കണക്കില്ല. അള്ളാഹുവിനെ പ്രത്യക്ഷപ്പെടുത്തുക എന്നതാണ് അബ്ദിന്റെ. അവിടെയാണ് ഇബ്രാഹിമി എന്നൊരാൾ ഉണ്ടാകും. ഇബ്രാഹിമി എന്ന ലോകത്ത് രണ്ടാളാണ്. ലോകത്ത് രണ്ടാളാണ്, ബാപ്പിയും മകനും. അതാണ് ഇരട്ട. വൽ ഫജ്രി വലയാലിൻ അശ്ർ വശഫഅ. ഇരട്ടയെ തന്നെയാണ് സത്യം. ഇരട്ട രണ്ടാളല്ലേ? അത് ബാപ്പിയും മോനുമാണ്. മുഹമ്മദുൻ വ അബൂഹു. അതാണ് അതാ ഇരട്ട. വൽ വത്ർ ആരാ? അവരാക്കിയ ഒരാൾ, അത് അല്ലാഹുവാണ്. വൽ ഫജ്രി വലയാലിൻ അശ്ർ. സ്മരണകളെ കോറിയിട്ട് പോയ ബാപ്പയും പിന്നെ സ്മരണകളെ ലോകത്തിന് പറഞ്ഞു കൊടുത്ത പൊന്നുമോനും, അതാണ് ഇരട്ട. അവരെ പ്രാപ്തരാക്കിയ ആളാണ് ഒറ്റ. ഇരട്ടയുള്ളടാ ലോകത്ത്. ലോകത്തെ ഇരട്ടയാണ്. എവിടെയും ഇരട്ടയാണല്ലോ. ഇവിടെ പറയുന്നിടത്ത് ഇവരെ പറയുന്നിടത്ത് മാത്രം ഇരട്ടയാ, ബാക്കിയൊക്കെ ഒറ്റയാ. ഇവരെ ഇരട്ടയാ. ആര്? ബാപ്പയും മോനും. ബാപ്പയും അങ്ങനെ എല്ലായിടത്തും ഇരട്ടയായിട്ടല്ലേ പറഞ്ഞത്? തീനെ തന്നെയാണ് സത്യം. തീൻ എന്നാൽ ജബലുൽ ജൂദിയാണ്, ജൂദി പർവ്വതം. ജൂദി പർവ്വതത്തിന്റെ മുകളിൽ നങ്കൂരമിട്ടിരുന്നു കഅബാലയത്തെ 40 ദിവസം വലം വെച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട നൂഹ് നബിയുടെ കപ്പൽ 80 ആളെയും കൊണ്ട് ആ കപ്പൽ ജൂദി പർവ്വതത്തിന്റെ മുകളിൽ നങ്കൂരമിട്ടു. ആ പർവ്വതം നിറയെ അത്തിമരങ്ങളുള്ള പർവ്വതം ആയിരുന്നു. അതുകൊണ്ട് അതിനെ ജബലുൽ ജൂദി എന്നും ജബലുത്തീൻ എന്നും പറഞ്ഞിരുന്നു. അതുകൊണ്ട് വത്തീൻ എന്നാൽ നൂഹ് നബിയാണ്. വസ്സൈത്തൂൻ എന്നാൽ ജെറൂസലേമും പരിസരവുമാണ്. ലോകത്തെ ഏറ്റവും നല്ല സൈത്തൂൻ ജെറൂസലേമിലും പരിസരത്തുമാണ്. അവിടെ വന്ന നബിയാണ് സയ്യിദ്ന ഈസ. ലോകത്തെ 5 ആളാണ്. അവരാണ് ഉലുൽ അസ്മ്: മുഹമ്മദ് വ ഇബ്രാഹിം, മൂസ വ ഈസ വ നൂഹ്. അതിൽ വത്തീനി നൂഹാണ്, സൈത്തൂൻ ഈസയാണ്, വതൂരി സിനീൻ മൂസയാണ്. സിനായ് മരുഭൂമിയിലെ തൂർ പർവ്വതത്തിന്റെ താഴ്വാരത്തുള്ള ഒരു കൊച്ചു വൃക്ഷത്തിന്റെ ശിഖരത്തിൽ നിന്നാണ് നുബുവത്ത് കിട്ടിയത്. ആർക്ക്? സയ്യിദ്ന മൂസ. ഇന്നി അനഖ്തർതുക്, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് അള്ളാഹു മൂസ നബിയോട് സംസാരിച്ചത് സിനായ് മരുഭൂമിയിലെ തൂർ പർവ്വതത്തിന്റെ താഴ്ഭാഗത്ത് വെച്ചാണ്. അപ്പോൾ തൂരി സിനീൻ മൂസയാണ്. വഹാദൽ ബലദിൽ അമീൻ. നീ രണ്ടാളില്ലേ? സത്യം ഒന്നല്ലേ ഉള്ളൂ. വഹാദൽ ബലദിൽ അമീൻ. സത്യം നീ ഒന്നല്ലേ ഉള്ളൂ. നീ രണ്ടാളെ പറയല്ലേ? രണ്ടാളെ ഇരട്ടയാണ്. വഹാദൽ ബലദിൽ അമീൻ. ഈ നാടിനെ തന്നെയാണ്, ഈ നിർഭയമായ നാടിനെ തന്നെയാണ് സത്യം. നാടിനെ നാടാക്കിയ ബാപ്പയും നാടിനെ ലോകത്തിന്റെ മുന്നിൽ വിളംബരപ്പെടുത്തിയ മകനും. വഹാദൽ ബലദിൽ അമീൻ. നാടിൽ മനുഷ്യഗന്ധമുണ്ടാക്കിയ ബാപ്പ, പിന്നെ നാടിനെ ലോകത്തിന്റെ മുന്നിൽ എത്തിച്ച മകൻ. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. രണ്ടാക്കുണി 2 സത്യം വേണ്ട. ഒരു സത്യം, ഒരു ഇരട്ടയാണ്. 4 ആളിൽ 5 സത്യം. അത് സൂറത്ത് സുബഹ് നിസ്കാരത്തിൽ ഓതുന്നത് 5 ആളാണ്, പക്ഷെ അത് സത്യം 4. കാരണം 2 ആള് 1. വഹാദൽ ബലദിൽ അമീൻ. അതാണടാ വശഫഈ. അതന്നെയാണ് വഹാദൽ ബലദിൽ അമീൻ. 1 ആണ് 2. അല്ലാഹു നൂറു സമാവാതി വൽ അർദ് മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫിഹാ മിസ്ബാഹ്. അല്ലാഹുവിന്റെ വെളിച്ചത്തിന്റെ ഉദാഹരണം ഒരു വിളക്കുമാടത്തെ പോലെയാണ്. ഫിഹാ മിസ്ബാഹ്. ആ വിളക്കുമാടത്തിന്റെ ഉള്ളിൽ വിളക്കുമുണ്ട്. വിളക്കുമാടം ഇബ്രാഹിമാണ്, വിളക്ക് മുഹമ്മദ് നബിയാണ്. മുഹമ്മദ് നബി വിളക്ക് എന്ന് വേറെ സ്ഥലത്ത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. യാ അയ്യുഹൻ നബിയു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇذنി വസിറാജൻ മുനീറാ. ആ സിറാജാണ് ഇവിടെ മിസ്ബാഹ്. 2ന്റെയും അർത്ഥം വിളക്ക്. ഫിഹാ മിസ്ബാഹ് മസലു നൂരിഹി കമിഷ്കാത്തിൻ. ഒരു വിളക്കുമാടം പോലെയാണ്. ആ വിളക്കുമാടത്തിൽ വിളക്കുണ്ട്. വിളക്കുമാടം ഇബ്രാഹിം, വിളക്ക് മുഹമ്മദ്. അവിടെ ഇരട്ടയാണ്. ഇവരെവിടെയും ഇരട്ടയാണ്. ലോകത്ത് 2 ആളേ ഉള്ളൂ. ആരും ബാപ്പയും മോനും. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വഅൻത ഹില്ലും ബിഹാദൽ ബലദ് വവാലിദിൻ വമാ വലദ്. ബാപ്പയും മോനും. വവാലിദിൻ വമാ വലദ്, ബാപ്പയും മോനും.
ഇരട്ടയാണ്. ബാപ്പ ഇബ്രാഹിം, മകൻ മുഹമ്മദ്. ലാ ഉഖ്സിമു ബിഹാദൽ ബലദി, ഈ ഗ്രാമത്തെ പിടിച്ച് ഞാൻ സത്യം ചെയ്ത് പറയട്ടെ, വ അൻത ഹില്ലും ബിഹാദൽ ബലദി, നിങ്ങൾക്ക് ഈ നാടിൽ ആരെയും കൊല്ലാവുന്നതാണ്. നബിയെ താങ്കൾക്ക്, വാലിദീൻ, ബാപ്പാനെ തന്നെയാണ് സത്യം. ബാപ്പയല്ലേ ഈ നാടുണ്ടാക്കിയത്. നാട്ടുകാർ ഈ നാട്ടിൽ ഒരാളെയും കൊല്ലാൻ പാടില്ല. നിങ്ങൾക്ക് കൊല്ലാം, നിങ്ങളെ ബാപ്പാന്റെ നാടാണ്. പരിഭാഷക്കാരൻ നോണയം കേട്ട് നടക്കണ്ടടാ. ഖുർആൻ എന്താണ് വിചാരിച്ച്? ഭരണകാരണികനും കരുണാനിധി എന്ന് പറഞ്ഞ് നടന്നത് എന്താടാ കാര്യം? ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വഅൻത ഹില്ലും ബിഹാദൽ ബലദ് വവാലിദിൻ വമാ വലദ്. ഈ നാട് ഹറമാണ്, എന്നാൽ വഅൻത ഹില്ലുൻ, നിങ്ങൾക്ക് ഹില്ലാണ്. നബിയെ താങ്കൾക്ക് ഹില്ലാണ്. ഹില്ലെന്നാൽ ഹില്ലിൽ എന്തും ചെയ്യാം. ഹറമിൽ ചോര ഒട്ടിക്കാൻ പാടില്ല, മരത്തിന്റെ കൊമ്പൊട്ടിക്കാൻ പാടില്ല. എവിടെ? ഹറമിൽ. എന്നാൽ അൻത ഹില്ലും ബിഹാദൽ ബലദി, ഈ നാടിൽ നിങ്ങൾക്ക് ഹില്ലാണ്, നിങ്ങൾക്ക് ഹറമല്ല. ഒരൊറ്റ മനുഷ്യനെ വാതിലടച്ചിരുന്നോളി പറഞ്ഞിട്ടുള്ള മക്കയിലേക്ക് കയറിയപ്പോൾ അത് മുഹമ്മദാണ്. അബൂ സുഫിയാന്റെ വീട്ടിൽ കയറിയിരുന്നാൽ രക്ഷപ്പെടും. ഒമൻ അഗ്ലഖ ബാബഹു അലൈഹി, ആരെങ്കിലും സ്വന്തം വീട്ടിൽ വാതിലടച്ചിരുന്നാൽ രക്ഷപ്പെടും. ഒമൻ ദഖലൽ ബൈത്തുൽ ഹറാം, പരിശുദ്ധ കഅബാലയത്തിലേക്ക് ആര് എത്തിച്ചേർന്നാലും രക്ഷപ്പെടും. ഇല്ലെങ്കിൽ കഴുത്തിന് മുഹമ്മദ് വിട്ടു എന്ന് പറഞ്ഞു. മക്ക ഫതഹിന് വന്നപ്പോൾ എൻ്റെ ലോകത്തെ എല്ലാ നബിമാർക്കും അത് ഹറാമാണ്. ആർക്ക് ഹലാലാണ്? റസൂലുള്ളാഹിക്ക് ഹലാലാണ്. കാരണം ബാപ്പാന്റെ മോനാണ്. വവാലിദിൻ വമാ വലദ്. ലാ ഉഖ്സിമു ബിഹാദൽ ബലദി വഅൻത ഹില്ലുൻ ബിഹാദൽ ബലദി വവാലിദിൻ വമാ വലദ്. വാലിദ് ബാപ്പ, വമാ വലദ് മകൻ. അവിടെ ഇരട്ടിയാണ്. അതാണ് വർഷഫഴി. ഇരട്ടിയാണ്. ആ മകനെ വേണ്ടിയാണ് ബാപ്പയും മോനെ ലോകപരിചയം. അതുകൊണ്ടല്ലേ ബാപ്പയും മോനെ നിസ്കാരത്തിലും പറഞ്ഞത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ വബാരിക് അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹിമ വഅലാ. ബാപ്പയും മോനും വേറെ മഖ്ലൂഖിന്റെ പേരില്ലല്ലോ നിസ്കാരത്തിൽ. അല്ലാഹുക്കല്ലേ നിസ്കാരം. രണ്ടാളെ പേരുണ്ട് ഇരട്ടന്റെ. ഒരു ഇരട്ടയാണ്. ആരും അഭിമു നിസ്കാരത്തിൽ അവരെ പേരുണ്ട്, ഹജ്ജിൽ അവരെ പേരുണ്ട്. 3 തൽബിയത്ത് ചൊല്ലിയാൽ ഒരു സലാത്ത് ഇബ്രാഹിം ചൊല്ലും. ഇരട്ടയാണ്. സലാത്ത് ഇബ്രാഹിമിയത്തിൽ 2 പേരുണ്ട്. ആരും ബാപ്പയും മോനും ഇരട്ടയാണ്. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് 3 വട്ടം ഉച്ചരിച്ചാൽ ഒരു സലാത്ത് ഇബ്രാഹിമിയത്ത് ചെല്ലണം. ഇബ്രാഹിമിയത്ത് സലാത്ത് ഇരട്ടയാണ്. ആരും ബാപ്പയും മോനും. അതന്നെ വശഫഴി ഇരട്ട. അതാണ് വമാലിദീൻ വമാ വലദ്. അതാണ് വഹാദൽ ബലദിൽ അമീൻ. ഒക്കെ ഒന്നാണ്. അവർ ഇരട്ടയാണ്. എന്താണ് അവരുടെ പ്രത്യേകത? അവർ ഇരട്ടയാണ്. എന്താണ് അവരുടെ പ്രത്യേകത? അവർ അള്ളാഹുവിനെ പ്രത്യക്ഷപ്പെടുത്തിയതിൽ ലോകത്ത് ആരെക്കാളും മേലെയാണ് ഈ ബാപ്പയും മോനും. ഏറ്റവും വലിയ ആൾ പൊന്നുമോൻ, പിന്നെ ബാപ്പയും. കാരണം പൊന്നുമോന് വേണ്ടി അധ്വാനിച്ചിട്ടുണ്ട് ആര്? ബാപ്പ. ബാപ്പാക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ മാനുണ്ടാണ്. അള്ളാഹുവിനെ പ്രത്യക്ഷപ്പെടുത്തിയതിൽ ലോകത്ത് 2 പ്രധാനികളാണ്. ഒന്ന് ബാപ്പയും മോനും. ഒന്ന് ബാപ്പ, ഒന്ന് മോന്. ഒന്ന് മോന്, ഒന്ന് ബാപ്പ. മേലെയാണ് ആര്? മോന്. ബാപ്പ ആഗ്രഹിച്ചതുകൊണ്ട് ബാപ്പ കൂട്ടത്തിൽ കൂടും. അതാണ് ഈ കാണുന്നതെല്ലാം. ഈ ലോകത്തിന്റെ പ്രത്യേകത അതാണ്. ഇവിടെ ഇസ്ലാമിയത്തിന്റെ ഉള്ളും അതാണ്. അള്ളാഹുവിനെ പ്രത്യക്ഷപ്പെടുത്തുക, അതാണ് അബ്ദിന്റെ പ്രത്യേകത. അതിൽ ആരൊക്കെ തയ്യാറാകുകയോ അവൻ മുഹമ്മദിയനാണ്, അവൻ ഇബ്രാഹിമിയുമാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. എന്താ അവർ ചെയ്തത്? അവരൊരു ലക്ഷ്യം അവർക്കില്ല, ഒന്നും ലക്ഷ്യമില്ല. സ്വർഗം അവർക്ക് ലക്ഷ്യം തന്നെയല്ല. എന്തിനാണ് സ്വർഗ ലക്ഷ്യം? മുഹമ്മദ് നബിക്ക് സ്വർഗ ലക്ഷ്യമാണോ? എന്ത് ലക്ഷ്യവും? അവസാനത്തെ ദിവസം നട്ടപ്പാതിരക്ക് തഹജ്ജുദ് നിസ്കരിക്കണ മനുഷ്യനെ കണ്ടിട്ട് കരയണില്ല ആയിഷ ബിബി റളിയല്ലാഹു അൻഹ. എന്തെന്നിട്ട് അതിന് മറുപടി പറഞ്ഞ്, എന്തിനാണ് നിങ്ങൾ കഷ്ടപ്പെടുന്നത്? അള്ളാഹു തആല എല്ലാ സ്വർഗവും നിങ്ങൾക്ക് തന്നിട്ട് എന്തിനാ അങ്ങനെ? അപ്പോൾ പറഞ്ഞ സ്വർഗം പറഞ്ഞു മിണ്ടുന്നില്ല, ഞാൻ അള്ളാഹിന്റെ മുന്നിൽ ഷാക്കിറാകണ്ടേന്ന്. മുത്ത് മുഹമ്മദ് മുസ്തഫ. സ്വർഗം ലക്ഷ്യം തന്നെയല്ല. സ്വർഗം കിട്ടുന്ന എത്ര ആയത്താ? റസൂലുള്ളാഹിക്ക് സ്വർഗം കിട്ടുന്ന എത്ര ആയത്താ? അപ്പൊ പിന്നെ അധ്വാനിക്കുന്നത് എന്തിനാ? അള്ളാഹിനെ വെളിപ്പെടുത്തുക, അല്ലാതെ എന്ത്? അള്ളാഹുവിനെ വെളിപ്പെടുത്തുകയാണ് ഏറ്റവും നല്ല കാര്യം. ആര് അള്ളാഹുവിനെ, അതാണ് ഇബാദത്തിന്റെ മജ്ജയും മാംസവും മർമ്മവും ഒക്കെ. അതാണ് അള്ളാഹിനെ വെളിപ്പെടുത്തലാണ്. അള്ളാഹുവിനെ വെളിപ്പെടുത്തൽ മാറ്റിവെച്ചാൽ ഒരു വിലയും ഒന്നിനും ഉണ്ടാവില്ല. ഒറ്റക്കുള്ള നിസ്കാരത്തിനേക്കാൾ 27 ഇരട്ടി ദർജ കൂടും. എന്തുകൊണ്ട്? അള്ളാഹിനെ വെളിപ്പെടുത്താതെ കൂടും. ശബ്ദത്തിന് മുഴക്കുണ്ടാവും. ഒരാള് ഒലല്ലാഹി എന്ന് പറയുമ്പോഴത്തേന് 100 ആള് ആമീൻ അറിയാം, 1000 ആള് അതിനേക്കാൾ ആമീൻ അറിയാം. എത്ര ആൾ കൂടിയോ അത്രയും ദർജ പിന്നെയും കൂടും. 2 ആൾ നിസ്കരിക്കുന്നതിനാണ് 27 ഇരട്ടി കൂലി. 3 ആളായ പിന്നെയും കൂടും, 4 ആളായ പിന്നെയും കൂടും, 1000 ആളായാൽ പിന്നെയും കൂടും, 14 ആളാണെങ്കിൽ പിന്നെയും കൂടും. ഒരു സഫ് നിസ്കാരം നിസ്കരിച്ച ഒരാൾ വന്നു, പിന്നെ 3 സഫുകാരെ കണ്ടാൽ മടക്കി നിസ്കരിക്കൽ സുന്നത്താ, എന്റെ വീണ്ടും കൂലി വിടും. 100 സഫുകാരെ കണ്ടാൽ പിന്നെയും മടക്കി നിസ്കരിക്കുന്ന സുന്നത്താ. കാരണം പിന്നെയും അള്ളാഹിനെ പ്രത്യക്ഷപ്പെടുത്തൽ അവിടെ മുഴക്കം കൂടും. എന്തുകൊണ്ട്?
അള്ളാഹുവിനെ പ്രത്യക്ഷപ്പെടുത്തലാണ് ആബിദിന്റെ ലക്ഷ്യം. അതാണ് മുഅ്മിന്റെ ലക്ഷ്യം. 1000 ആളായാൽ അത്രയും കൂലി വിടും. 16 ആളാ ജമാഅത്തിലുണ്ടെങ്കിൽ അത്രയും കൂലി വിടും. ഒരാൾ ദാക്കിറായാൽ അതിന്റെ കൂലി ഉണ്ടാവും. 100 ആൾ ദിക്റില്ലാണെങ്കിൽ ഒപ്പം കൂടണം. എന്തുകൊണ്ട് ഹൃദയത്തിലേക്ക് അത് തുളച്ചേറും. ഭയങ്കര ശക്തിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് 100 ആൾ കൂടി ചെല്ലുമ്പോൾ അവിടെ ഇരിക്കണം. എന്തുകൊണ്ട്? ഒറ്റക്ക് ചെല്ലുന്നതിനേക്കാൾ അതിശക്തമാണ് എന്ത്? ഭയങ്കരം കൂടും. അത് അള്ളാഹിനെ വെളിപ്പെടുത്തൽ. സംഘം അള്ളാഹിനെ വെളിപ്പെടുത്താൻ കൂടിയതാണ്. അതിലൊക്കെ അള്ളാഹിന്റെ റഹ്മത്ത് പൊതിയും. എത്ര അള്ളാഹിനെ വെളിപ്പെടുത്തുന്നോ അത്ര റഹ്മത്ത് പൊതിയും. ഒരു നാട്ടിൽ ഏറ്റവും മഹാനാര, ഒരു നാട്ടിൽ ഏറ്റവും മഹാനാരായിരിക്കും. ഓരോ നാട്ടിലും ഏറ്റവും മഹാനാര, ഒരു നാട്ടിലെ ഏറ്റവും നല്ല മുഖ്ലിസായ മുഅദ്ദിനാണ്. മുഖ്ലിസ് എന്ന് കൂട്ടണം. മുഅദ്ദിൻ ഒരു നാട്ടിലെ ഏറ്റവും മഹാൻ മുഖ്ലിസായ പള്ളി മുഖ്രിയാണ്. അയാളെപ്പോലെ അള്ളാഹിനെ വെളിപ്പെടുത്തുന്ന ആരുമില്ല. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. മഞ്ഞ് ഇല്ല, മഴയില്ല, വേനലില്ല, വർഷമില്ല, ഒന്നുമില്ല. വെളിപ്പെടുത്തന്നെ അയാൾ പൗർ നടിക്ക അള്ളാഹിനെ കൊണ്ട്. അല്ലാഹു അക്ബർ, അള്ളാഹു ഏറ്റവും വലിയ മഹാനാണ്. അല്ലാഹു അക്ബറും ലാ ഇലാഹ ഇല്ലല്ലാഹും വ്യത്യാസം. ലാ ഇലാഹ ഇല്ലല്ലാഹ് സത്യ, അല്ലാഹു അക്ബർ തഫാഖുറ. ലാ ഇലാഹ ഇല്ലല്ലാഹും അല്ലാഹു അക്ബറും തമ്മിൽ വ്യത്യാസം എന്താ? രാപ്പനി ഉണ്ടായ കുട്ടീനെ കൊണ്ടുപോയി ഡോക്ടറെ അടുത്ത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് എന്തെന്നറിയോ, രാപ്പനി ഉണ്ടായി കുട്ടി വളരെ ക്ഷീണിച്ച്. അപ്പോൾ ഡോക്ടർ എന്ത് ചെയ്ത് രാപ്പനിക്കുള്ള മരുന്ന് വെച്ച് ടോണിക്കിന് എഴുതി കൊടുത്ത്. ഇത് രണ്ടും രണ്ടാണ്. മരുന്ന് പനി മാറ്റും, ടോണിക്ക് തടി എന്നാക്കും. ടോണിക്ക് നിർബന്ധമൊന്നുമില്ല, പൗറും പത്രാസം കൂട്ടും. ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബറിന് വ്യത്യാസം. ലാ ഇലാഹ ഇല്ലല്ലാഹ് സത്യമാണ്, അല്ലാഹു അക്ബർ വൽപ്പത്തരാണ്. സത്യപടം അന്തർലീനമാണ്. ഇനി വൽപ്പത്തര വേണ്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് 3 വട്ടാണ്, അല്ലാഹു അക്ബർ 6 വട്ടാണ്. തുടക്കം തന്നെ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അള്ളാഹിനെ വെളിപ്പെടുത്താണ്. അള്ളാഹിനെ കൊണ്ട് പൗർ കാണിക്കണം. അള്ളാഹുവിനെ വെളിപ്പെടുത്തുന്നതിനേക്കാൾ വലിയ ഒരു ഇബാദത്തുമില്ല. അടിമയുടെ ബാധ്യത തന്നെയാണ്. പിന്നെ നിസ്കാരം എന്ന് പറഞ്ഞത് ആരുടെ കുട്ടി നിസ്കരിക്കാത്തത്? നിസ്കാരങ്ങളുടെ കുട്ടി നമ്മളെ ബാധ്യത. നിസ്കാരം എല്ലാവർക്കും ഉണ്ട്, പക്ഷെ അവരാരും അള്ളാഹുവിനെ വെളിപ്പെടുത്തുന്നില്ല. എല്ലാ മരങ്ങളും എല്ലാ പുല്ലുകളും എല്ലാ വള്ളികളും സുജൂദ് ചെയ്തുകൊണ്ടേയിരിക്കും. അബ്ദിലേക്ക് ഏറ്റവും അടുക്കുന്നത് സുജൂദാണ്. ആ സുജൂദില്ലാത്ത ഒരു സൃഷ്ടിയും ഇല്ല. എല്ലാം. അപ്പോൾ മനുഷ്യന്റെ പ്രത്യേകത വലക്കത് കറംന ബനി ആദം. എന്തല്ല നിസ്കാരല്ലടാ, അള്ളാഹിനെ വെളിപ്പെടുത്തുന്ന നിസ്കാരമാണ്. അത് എത്ര അള്ളാഹിനെ വെളിപ്പെടുത്തിയോ അത്രയും കൂലി കൂടും. ആരാധനയുടെ കാതൽ എന്നാൽ അള്ളാഹിനെ വെളിപ്പെടുത്തലാണ്. അതാണ് ആരാധനയുടെ കാതൽ. അത് മാറ്റിവെച്ച പിന്നെ ആരാധനക്കൊന്നുമില്ല. ആരാധനയുടെ കാതൽ അള്ളാഹിനെ വെളിപ്പെടുത്തലാണ്. അതെന്നെ ഒരാൾ ബാങ്കും ഇഖാമത്തും കൂടെ നിസ്കരിച്ചു, ബാങ്കും ഇഖാമത്തും ഇല്ലാതെ നിസ്കരിച്ചാൽ എന്താണ് ഇതിന്റെ വ്യത്യാസം? ഒരു പാട്ടയിലെ വെള്ളവും ഒരു സമുദ്രത്തിലെ വെള്ളവും തമ്മിൽ വ്യത്യാസമാണ്. അത്രയും വ്യത്യാസമാണ്, ഭയങ്കര. എന്തുകൊണ്ട്? ബാങ്ക് കൊടുത്ത പരിസരത്തുള്ള എല്ലാ വസ്തുക്കളും ബാങ്ക് കൊടുക്കുന്ന മേൽ അന്ത്യനാളിൽ സാക്ഷിയാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഒരു നാട്ടിലെ ഏറ്റവും നല്ല മഹാൻ പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന മുഖ്ലിസായ മുഖ്രിയ. എന്തേ നബി അവരെ പറ്റി പറഞ്ഞത്? ഇന്നൽ മുഅദ്ദിനീന അത്വലുന്നാസി അനാകൻ യൗമൽ ഖിയാമ. അന്ത്യനാളിൽ തല ഉയർത്തി പിടിച്ചു നിൽക്കുന്ന ആളുകൾ, അന്ത്യനാളിൽ അല്ലാഹുവിന്റെ മഹ്ശറിൽ എല്ലാവരും തല താഴ്ത്തുന്ന സബിരത്തിൽ തല ഉയർത്തി പിടിച്ചു നിൽക്കുന്നത് പള്ളി മുഖ്രിമാരായിരിക്കും. ഈ വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 വട്ടം പറയുകയുണ്ടായി. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫതിൽക ലുഹൂമുൻ ഹറമഹല്ലാഹു അലന്നാരി ലുഹൂമൽ മുഅദ്ദിനീൻ. ബാങ്ക് കൊടുക്കുന്നവരുടെ ശരീരത്തിന്റെ മാംസം അല്ലാഹു നരകത്തിന് ഹറാമാക്കിയതാണ്. നരകത്തോട് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ബാങ്ക് കൊടുക്കുന്നവരുടെ ഇറച്ചിയിൽ നീ തൊട്ടുപോകരുത്. എന്റെ നിസ്കാരം മെല്ലെയാണ്, ബാങ്ക് ഉറക്കാണ്. അള്ളാഹു വെളിപ്പെടുത്തലാണ്. ഖുർആനിലെ ഏറ്റവും വലിയ ദഅവത്തിന്റെ ആയത്ത് ഏതാണെന്നറിയാം? ومن أحسن قولا ممن
دعا إلى الله وعمل صالحا وقال إنني من المسلمين نزلت في المؤذنين. ഈ ആയത്ത് ബാങ്ക് കൊടുക്കുന്ന മുക്രിമാർക്ക് ഇറക്കിയ ആയത്താണ്. മുക്രിമാരുടെ വിഷയത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയത്. എന്തുകൊണ്ട്? എല്ലാവരും അള്ളാഹിനെ പതുക്കെ പറയുമ്പോൾ അവർ അള്ളാഹിനെ ഉറക്കമാണ്. അവരാണ് ഏറ്റവും വലിയവര്. അപ്പോൾ ലക്ഷ്യം എന്തായി മനസ്സിലായി? അടിമയുടെ ബാധ്യത അള്ളാഹ്ക്ക് നിസ്കരിക്കൽ മുമ്പിൽക്കലല്ല, അള്ളാഹിനെ വെളിവാക്കലാണ്. അള്ളാഹിനെ വെളിവാക്കുക. പള്ളിക്ക് പൈസ കൊടുക്കുക, പള്ളി അള്ളാഹുവിനെ വെളിവാക്കുകയാണ്. മദ്രസക്ക് പൈസ കൊടുക്കുക, മദ്രസ അള്ളാഹിന്റെ നാമത്തെ പരസ്യപ്പെടുത്തുകയാണ്. ദർസ് അള്ളാഹുവിന്റെ നാമത്തെ പരസ്യപ്പെടുത്തുകയാണ്. ഒരു ദീനിയായ സമ്മേളനത്തിന് പൈസ കൊടുത്തു. ദീനിയായ സമ്മേളനം, അങ്ങോട്ടും ഇങ്ങോട്ടും നോണറിയല്ല. ദീനിയായ സമ്മേളനം എന്തായാലും ലക്ഷ്യം അള്ളാഹുവിനെ പരസ്യപ്പെടുത്തുകയാണ്. അതാണ് ഈ ആയത്തിറങ്ങിയത് മുക്രിമാർക്ക് വേണ്ടിയാണ്. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിലേക്ക് ക്ഷണിച്ചവനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവൻ ആരുണ്ട്? അവൻ ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ്. അല്ലാഹുവിനെ കുമ്പിടാൻ വരുവീൻ. അള്ളാഹുവിനെ കുമ്പിടുന്നവർ രഹസ്യമായി കുമ്പിടാണ്, പക്ഷെ വിളിക്കുന്നവൻ പരസ്യം വിളിക്കാണ്. ലാ ഹജറുൻ വലാ മദറുൻ ഇല്ലാ ഷഹിദ ലഹു യൗമൽ ഖിയാമ. ഒരു പുല്ലോ ഒരു വള്ളിയോ ഒരു കല്ലോ ഒന്നും അവന് സാക്ഷിയാകാതെ ഇരിക്കുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. കാരണം അള്ളാഹിനെ വെളിപ്പെടുത്തലാണ്. ആരാധനയുടെ കാതൽ അള്ളാഹിനെ വെളിപ്പെടുത്തലാണ്. അതന്നെ അള്ളാഹിനെ വെളിപ്പെടുത്തലാണ്. അള്ളാഹിനെ വെളിപ്പെടുത്തലിനേക്കാൾ വലിയൊരു സംഗതി ഇല്ല കുട്ടി. അവർക്ക് നരകം ഹറാമാണ്, കാരണം അവർ അള്ളാഹിനെ വെളിപ്പെടുത്തും. ബാങ്ക് കൊടുക്കണവര് അള്ളാഹിനെ വെളിപ്പെടുത്തലാണ്. അള്ളാഹിനെ വെളിപ്പെടുത്തലിനേക്കാൾ വലിയൊരു സംഗതിയില്ല. അള്ളാഹു ജനങ്ങളെ മുന്നിൽ വെളിപ്പെടൂല. തന്നെ വെളിപ്പെടൂല. പക്ഷേ അബ്ദിന്റെ നാവ് കൊണ്ട് അള്ളാഹുവിനെ ജനങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തും. അവിടെയാണ് അബ്ദിന്റെ വലിപ്പത്തരം. അവിടെയാണ് അബ്ദ് അള്ളാഹിന്റെ പൊരുത്തത്തിലാണ്. സ്വർഗമല്ല, സ്വർഗമൊന്നും ഒന്നുമല്ല. സ്വർഗമൊക്കെ 100ാം ക്ലാസ്സാണ്. അള്ളാഹിന്റെ പൊരുത്താണ് വലുത്. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. വലാ മഖ്സൂദുഹും ജന്നാത്തു അദ്നി. അള്ളാഹിന്റെ ആരിഫീങ്ങൾക്ക് സ്വർഗം ലക്ഷ്യമല്ല. സ്വർഗമൊക്കെ കിട്ടും, പക്ഷെ ഒന്നും അവർക്ക് ലക്ഷ്യമല്ല. വലൽ ഹൂറുൽ ഹിസാൻ, പെണ്ണുങ്ങളൊന്നും അവർക്ക് ലക്ഷ്യമല്ല. എന്ത് പെണ്ണ് ഒന്നും അവർക്ക് ലക്ഷ്യമില്ല. ലക്ഷ്യം അവർ അള്ളാഹിനെ വെളിപ്പെടുത്തിയവരാണ്. അള്ളാഹിനെ വെളിപ്പെടുത്തലാണ് ഏറ്റവും വലിയ സംഗതി. അള്ളാഹിനെ വെളിപ്പെടുത്തുക. ഈ ആയത്തിന്റെ മുമ്പുള്ള ആയത്തേതാ? മുക്രിമാർക്ക് വേണ്ടി ഇറങ്ങിയ ആയത്തിന്റെ തൊട്ട് മുമ്പുള്ള ആയത്തേതാ? ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. ഈ ആയത്തിന് തൊട്ടുമുള്ള ആയത്തേതാ? إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അള്ളാഹിനെ വെളിപ്പെടുത്താണ്. അള്ളാഹിനെ വെളിപ്പെടുത്തുന്നതിനൊക്കെ ഒന്നൊന്നുമില്ല. ഏറ്റവും ദുആക്ക് ഉത്തരം കിട്ടുന്ന ആളാരാ? നീതിമാനായ ഭരണാധികാരിയാണ്. കാരണം നീതിമാനായ ഭരണാധികാരി എന്ന് പറഞ്ഞാൽ മലമുകളിൽ വിളക്ക് വെച്ചതുപോലെയാണ്. അയാൾ നീതിമാനാകണമെങ്കിൽ അള്ളാഹിനെ പേടിക്കണം. അപ്പോൾ അയാളെ അറിയുന്നവർ മുഴുവനും ആരെപ്പറ്റി പറയും? അള്ളാഹിനെ പറ്റി പറയും. അപ്പോൾ കോടാനക്കോടി മനുഷ്യർ അല്ലാ 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 എന്ന് പറയാൻ ഈ ഭരണാധികാരി കാരണമാവും. അയാളാണ് മേലെ. പള്ളിയിൽ നിസ്കരിക്കണമെന്നല്ല, അത് രണ്ടാമത്തെ കാര്യം. ഒന്നാമത്തെ കാര്യം നീതിമാനായ ഭരണാധികാരിയാണ്. പള്ളി നിസ്കരിക്കുന്നവൻ അതിനൊരു പരിധിയുണ്ട്. എന്നാൽ മലമുകളിൽ വിളക്ക് വെച്ചതുപോലെയാണ് ആര്? ഭരണാധികാരി. അർശിന്റെ തണൽ ലഭിക്കുന്ന 7ാമത്തെ ആളിൽ 1ാമത്തെ ആളാരാ? നീതിമാനായ ഇമാമുൻ ആദിലുൻ. 2ാമത്തെ ആളല്ലേ ഷാബുൻ ഷാഫി ഇബാദത്തില്ല. 3ാമത്തെ ആളല്ലേ റജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസ്ജിദ്. 1ാമത്തെ ആൾ നീതിമാനായ ഭരണാധികാരി. അയാൾ അറിയുന്നവർ മുഴുവൻ ആരെ പറ്റി പറയും? അള്ളാഹിനെ പറ്റി പറയും. അതന്നെ ഒരാള് അയാളെ കൊണ്ട് അല്ലാഹ് അല്ലാഹ് എന്ന് പറയിപ്പിച്ചാൽ അയാളാണ് ആബിദ്. അല്ലാഹ് മുഅ്മിനീങ്ങളെ പറ്റി പറഞ്ഞു. ആരാ മുഅ്മിനീങ്ങൾ? മുഅ്മിനീങ്ങൾ ആരാ?
അല്ലദീന ഇദാ റഊ ദുകിറല്ലാഹ്. മുഅ്മിനീങ്ങൾ ആരാണ്? അൽ മുഅ്മിനൂന ഹഖായ മുഅ്മിനീങ്ങൾ ആരാണ്? അല്ലദീന ഇദാ റഊ ദുകിറല്ലാഹ്. അവരാര് കണ്ടാലും ആ കണ്ടവർ അല്ലാഹനെ ഓർക്കും. യാ അല്ലാഹ്. അപ്പോൾ ഇവരൊന്നും മിണ്ടണ്ട. ഇവർ ജനമധ്യത്തിൽ നിന്നാൽ കോടിക്കണക്കായ ആളുകൾ ആരെ പറയും? അല്ലാഹനെ പറയും. യഥാർത്ഥ നിങ്ങൾ അവരാണ്. വയല് പറയുന്ന നേരത്തെ അല്ലാഹനെ പറ്റി പറയുള്ളൂ. ചില ആളുകൾ ദുന്യാവിൽ ഉണ്ടായാലും മരിച്ചാലും അവരെ പറ്റി പറഞ്ഞോലൊക്കെ ആരെ ഓർക്കും? അല്ലാഹ് പറയും. അവർ യഥാർത്ഥ മുഅ്മിനീങ്ങളാണ്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. എന്താണ് അവരുടെ പ്രത്യേകത? അല്ലദീന ഇദാ റഊ ദുകിറല്ലാഹ്. അവരെ കണ്ടാൽ അല്ലാഹനെ ഓർമ്മ വരും. അവരെ കണ്ടാൽ മതി, അല്ലാഹനെ ഓർക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇതാണ് ജനങ്ങളെ, അല്ലാത്തതൊന്നുമല്ല. പിന്നെ ആവറേജിന്റെ താഴെയാണ്. അതൊന്നും ഇപ്പൊ നിങ്ങളോട് പറയേണ്ടതില്ലല്ലോ. 10-15 കൊല്ലം ക്ലാസ് കേട്ട മനുഷ്യന്മാരോട് എന്തിനാ ഇപ്പൊ ആവറേജിന്റെ താഴെയുള്ള വർത്തമാനം പറയേണ്ട ആവശ്യം? അല്ലാഹനെ വെളിപ്പെടുത്തലാണ് നമ്മുടെ കടമ. അത് ഓരോരുത്തർക്കും. ഒരു ബാർബർ ഷാപ്പ് ഇട്ട് നിൽക്കുന്ന ബാർബർ ഒരു നാട്ടിലെ അടിസ്ഥാന ജോലിയാണ് അയാൾ ചെയ്യുന്നത്. പക്ഷേ അയാളും അല്ലാഹനെ വെളിപ്പെടുത്തുന്ന ആളാവും. എപ്പോൾ അയാളെ പീടിയൊക്കെ എത്താൻ കയറി വന്നു, കെട്ടാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഞാൻ അപ്പുറത്ത് തന്നെ പീടി പോയിക്കോ, ഇവിടെ നടക്കൂല. അയാൾ ആരെ വെളിപ്പെടുത്തി? അല്ലാഹനെ വെളിപ്പെടുത്തിയ. ഞാൻ അല്ലാഹന്റെ ആളാ, നടക്കൂലടാ. മറ്റവന്റെ പോക്കറ്റിലല്ല ഇയാളെ റിസ്ക് അല്ലാഹന്റെ കയ്യിലാണ്. ബാർബറ ഓനും ആരെന്നെയാണ്? അല്ലാഹനെ വെളിപ്പെടുത്തിയവനാ. അതിന് മൂല്യരാണ്ട ആവശ്യമൊന്നുമില്ല. അവനവന്റെ ഫീൽഡിൽ അള്ളാഹ്ക്ക് സമർപ്പിച്ചവൻ ഇബ്രാഹിമിയാണ്. അവൻ തന്നെയാണ് മുഹമ്മദിയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവരെ പ്രത്യേകതയാണ് വശഫി. ഇവരെ ഇരട്ടയാണ്. ഇവർ അള്ളാഹനെ വെളിപ്പെടുത്തിയവരാണ്. അള്ളാഹനെ ആരാധന അല്ല കുട്ടി. നിസ്കരിക്കാത്ത ആരായി ലോകത്തുള്ളത് ഒരു സൃഷ്ടി. മനുഷ്യന്റെ കടമ അള്ളാഹനെ വെളിപ്പെടുത്തലാണ്. അള്ളാഹനെ വെളിപ്പെടുത്തുന്ന നിസ്കാരമാണ്. അള്ളാഹനെ വെളിപ്പെടുത്തുന്ന നോമ്പാണ്. അള്ളാഹനെ വെളിപ്പെടുത്തലാണ്. ഇൽമിന് 1 ഉറുപ്പിക ഇൽമിന് കൊടുത്താൽ ചുരുങ്ങിയത് 6 ലക്ഷം ഉറുപ്പിന്റെ പ്രതിഫലമാണ്. 1 ഉറുപ്പിക, 1 ദിർഹം ഇൽമിന് വേണ്ടി കൊടുത്താൽ ചുരുങ്ങിയത് 6 ലക്ഷം ദിർഹമിന്റെ പ്രതിഫലമാണ് എന്ന് മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ ഇൽമിന്റെ ബാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹുവിനെ വെളിപ്പെടുത്തുന്ന ഏറ്റവും വലിയ കാര്യം ഇൽമാണ്. ഇൽമിന്റെ മേലെ ഒന്നുമില്ല. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ. യഥാർത്ഥ അനന്തരാവകാശികൾ അമ്പിയാക്കളുടെ ആരാണ്? ആലിമീങ്ങളാണ്. അവരെ നാവിൽ നിന്ന് ലോകം ആരറിയുള്ളൂ? അള്ളാഹനെ അറിയുള്ളൂ. അള്ളാഹനെ അറിയലാണ് ഇവിടെ ആവശ്യം. ഇബാദത്തെടുക്കലല്ല. ഇബാദത്തെടുക്കാത്തൊരു സൃഷ്ടിയില്ല. നമ്മളെയൊക്കെ പടക്കളിയിലെ കോടിക്കണക്കിനായ കൊല്ലം മുമ്പ് അള്ളാഹു തആല ആകാശം പഠിച്ചിട്ടുണ്ട്, ആകാശം സുജൂദ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താവണില്ല? അള്ളാഹിനെ പറ്റി പരസ്യമായി പറയുന്നില്ല. അലം നജഅൽ ലഹു ഐനൈനി. ഐനൈനി എന്തിനാന്ന് വെച്ചാൽ അള്ളാഹിന്റെ അടയാളങ്ങളെ കാണുക. ലിസാനം വശഫത്തൈനി എന്തിനാ? അള്ളാഹിനെ പറ്റി പറയുക. അതെന്നെ നിങ്ങൾക്ക് അള്ളാഹ് തന്ന ഉത്തരവാദിത്തം. അലം നജഅൽ ലഹു ഐനൈനി വലിസാനൻ വശഫത്തൈനി. അതന്നെ ലിസാനും ഷഫത്തൈനിയും. കണ്ണ് കാണുക, നാവും ചുണ്ടും സംസാരിക്കുക. അള്ളാന്റെ അടയാളങ്ങൾ കണ്ണ് കാണും, നാവും ചുണ്ടും പറയും. വിളിച്ചാൽ അങ്ങനെ പറയും. ഈ നാവും ചുണ്ടും ആർക്കില്ല? ആകാശത്തിനില്ല. അങ്ങനെ അതുകൊണ്ട് ഒരു ആകാശം ഉണ്ടാക്കി വലിയ കാര്യമില്ല. വലക്കത് കറംന ബനി ആദം എന്നുണ്ട്. വലക്കത് കറംന സമവാത്തിനില്ല. എന്തുകൊണ്ട്? അള്ളാനെ പ്രശ്നത്തെ പണി ആർക്കില്ല? ആകാശത്തിനില്ല. എന്റെയും പണി എന്താ? വെറും വിഭാഗത്തിൽക്കല്ല, അള്ളാനെ വെളിപ്പെടുത്തണം. അതാണ് ഇബ്രാഹിം. അതാണ് ഹജ്ജ്. ഹജ്ജ് ഒരു പരസ്യമായ അമല. എന്താ പരസ്യം? ഉൾച്ചറിയാം. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. പരസ്യപ്പെടുത്താം. ആരുടെ ഹജ്ജാണ്? മൻ അസ്റഅ മിന്നാ ഖബൂലൻ വ ഇജാബ. ഹജ്ജ് കഴിഞ്ഞ് പോന്നപ്പോൾ ഒരു സ്വഹാബി നബിയോട് ചോദിച്ചു, നമ്മളെ കൂട്ടത്തിൽ എത്രയും പെട്ടെന്ന് അല്ലാഹു തആല മൻ അസ്റഅ മിന്നാ ഖബൂലൻ വ ഇജാബ, ഇജാബത്തിനാലും കബൂലിനാലും നമ്മളെ കൂട്ടത്തിൽ എളുപ്പം അല്ലാഹു തആല സ്വീകരിച്ചത് ആരുടേതാണെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളോട് ഒരാൾ ചോദിച്ചു. അപ്പോൾ ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, ആരാണോ നാവിട്ടലച്ചത്, ആരാണോ കണ്ടം പൊട്ടിച്ചത്, അവന്റെ ഹജ്ജാണ് ആദ്യം കബൂലായതെന്ന്. ആരാണോ നാവിട്ടലച്ചത്, ആരാണോ കണ്ടം പൊട്ടിച്ചത്, എന്തേ? പരസ്യപ്പെടുത്ത. ആരെ? അല്ലാഹനെ. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക
ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. എടാ മരം നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ മരത്തിന് ഇത് കഴിയുകയില്ല. പുല്ലും വള്ളിയും നിസ്കരിക്കുന്നുണ്ട്, അവർക്കിത് കഴിയുകയില്ല. ആകാശം നിസ്കരിക്കുന്നുണ്ട്, അവർക്കിത് കഴിയുകയില്ല. ഭൂമി നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ അതിനിത് കഴിയുകയില്ല. അള്ളാഹനെ വാഴ്ത്താത്ത ഒരു സൃഷ്ടിയും ലോകത്തില്ല. പക്ഷെ അവക്കൊന്നും മനുഷ്യന് കൊടുത്ത ഈ ഭാഷ നൽകിയിട്ടില്ല. സ്വാതന്ത്ര്യമില്ല, പിന്നെ എന്തുമില്ല. ഈ ചുണ്ടുന്നാവൂല്ല, വിളിച്ചിങ്ങനെ പറയാം. ആരെ പറ്റി? അല്ലാഹ്. അതാണ് ഇബ്രാഹിമിന്റെ പ്രത്യേകത. സയ്യിദുനാ ഇബ്രാഹിം. അതിനാര് തയ്യാറായോ അവനൊക്കെ ഇബ്രാഹിമിയാണ്. അവനാണ് ഇബ്രാഹിമിന്റെ മോൻ. യുദ്ധം കഴിഞ്ഞ് വന്നപ്പോൾ മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരാൾ ചോദിച്ചു, നബിയെ ഏത് ഷഹീദാണ് എത്രയും പെട്ടെന്ന് ശുഹദാക്കൾ കിടക്കാനുണ്ടോ? അപ്പോൾ ചോദിച്ചു, നബിയെ ഈ ശുഹദാക്കളിൽ ആരാണ് ആദ്യം അള്ളാഹുൽ എത്തിയിട്ടുണ്ടാവാൻ? അപ്പോൾ പറഞ്ഞു, ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉല്യ. അള്ളാഹുവിന്റെ വചനം മേലെയാകാൻ ആരാണോ ഉദ്ദേശിച്ചത്, അള്ളാഹിന്റെ വചനം പരസ്യപ്പെടുക ആരാണോ ഉദ്ദേശിച്ചത്, അവനാണ് ഏറ്റവും ആദ്യത്തെ ഷഹീദായി അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടാവാൻ പുണ്യ റസൂൽ. അതാ വലിപ്പത്തരം. അടിമയുടെ വലിപ്പത്തരം ഉടമക്കാരന് പറയലാണ്. അതിലാരെയും പേടിക്കാതെ പറഞ്ഞ ലോകത്തെ നേതാവാണ് ആര്? സയ്യിദുനാ ഇബ്രാഹിം. അതിനപ്പുറത്താണ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. അവർ രണ്ടും കൂടിയ രണ്ട് കൂട്ടുകക്ഷി മുന്നണിയാണ് എന്ത്? വശഫഈ. അതാണ് ഇരട്ട, ബാപ്പയും മോനും. വൽ ഫജ്രി വലയാലിൻ അശ്ർ വശഫഈ. അതാണ് വശഫഈ. അവരിരട്ടയാണ്, ബാപ്പയും മോനും. ബാപ്പയും മോനാണ്. അത് അള്ളാഹനെ പരസ്യപ്പെടുത്തരുത്. അതിനേക്കാൾ വലിയ സംഗതി ഇല്ല. അവരാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതന്നെ വയറു പറയാം. വയറുകൊണ്ട് സ്വർഗം കിട്ടിയവരെത്ര? 40 വയറ് പറഞ്ഞോവർ, നന്നായി 90 കാലം ഇരുന്നോവർ. 40 കൊല്ലമാണ് വയറു പറഞ്ഞത്. മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി. ലക്ഷക്കണക്കായ ആളുകൾ അല്ലാഹ് എന്നാലോചിച്ച് ഖേദിച്ചു മടങ്ങി ആ വയറിൽ ഇട്ടിട്ട്. അതുകൊണ്ടാണ് അവർ സുൽത്താനുൽ ഔലിയ ആയത്. വയറിൽ എത്ര കൊല്ലം? 40 കൊല്ലം. ആഴ്ചയിൽ വയറിൽ 40 കൊല്ലം. 40 വയറിൽ പറഞ്ഞോവർ ആര്? മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു വസല്ലം. എന്തേ വയറിൽ പറഞ്ഞു? ആ സദസ്സിൽ കണ്ടവരെല്ലാം പൊട്ടി പൊട്ടി കരഞ്ഞ് ആരിലേക്ക് മടങ്ങി? അള്ളാഹുവിലേക്ക് മടങ്ങി. അള്ളാഹിനെ പറ്റി ചിന്തിപ്പിച്ചു. അതന്നെ ഞാൻ പറഞ്ഞേ, ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉല്യ. അള്ളാഹിന്റെ വചനം മേലെയാകും പണിയെടുക്കുക. വയറിൽ പറയാം, പാട്ട് പാടാം. പാട്ട് എഴുതിയവരെ ഏകദേശം നബി വിമർശിച്ചു, പാട്ട് എഴുതിയവരെ നബി പ്രശംസിച്ചു. രണ്ടുണ്ട്. പാട്ട് എഴുതിയവരെ നബി വിമർശിച്ചു, പാട്ട് എഴുതിയവരെ നബി പ്രശംസിച്ചു. രണ്ടുണ്ട്. കൈസിനെ പറ്റി പറഞ്ഞപ്പോൾ പുണ്യ റസൂൽ പറഞ്ഞേ, അവന്റെ കൊടലും വലിച്ച് നരകത്തിൽ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കൈസ് തമ്മടുത്തതിനെ പാട്ട് എഴുതിയതാ. അത് അവന്റെ 2 കാമുകികളെ പറ്റി പറഞ്ഞതാ. ഒന്ന് ഉമ്മുൽ ഹുവൈരിസും ഒന്ന് ഉമ്മുർ റബാബും. കൈസിന്റെ 2 കാമുകികളാണ്. അവരെ മുടിക്കെട്ടും അവരെ മൂക്കും വർണ്ണിക്കാം, അവരെ ചൊറുക്ക് വർണ്ണിക്കാം, അവരെ പെരടിയുടെ ചൊറുക്കും അവരുടെ ബാക്ക് സീറ്റിന്റെ ചൊറുക്കും വർണ്ണിക്കുകയാണ്. അവരിന്ന് എണീറ്റ് നിന്നാൽ മതി, അവരൊന്ന് എണീറ്റ് നിന്നാൽ ആ പരിസരം കസ്തൂരി ഒഴുകും എന്നാണ് കൈസ് പറയുന്നത്. ഇത് എഴുതിയിട്ട് കഅബാലയത്തിൽ കെട്ടിത്തൂക്കി. ഇവൻ കൊടനും വലിച്ച് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. എന്തേ കവികൾ ചെയ്തത്? കവികൾ മനുഷ്യ ബുദ്ധിയെ മയക്കിക്കിടത്തുകയും അള്ളാഹുവിനെ എതിരാക്കി നടത്തുകയും ചെയ്തതാണ് ഏത് കാലത്തെയും കവികൾ. ഇന്നും അങ്ങനെ തന്നെയാണ്. പാട്ടിൽ 90% പാട്ടും അള്ളാഹുവിനെ എതിരേക്കും. എന്നാൽ ഒരു കവിയെ പുണ്യ റസൂൽ ഭയങ്കര പ്രശംസിച്ചു. അസ്ദഖു കലിമത്തിൻ ഖാലഹ ശാഇറു കലിമത്തുൽ ലബീദ് അലാ കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ ബാതിലു വകുല്ലു നഈമിൻ ലാ മഹല തസായിലു. കവികളിൽ ഏറ്റവും സത്യം പറഞ്ഞത് ഒരു കവിയാണ്, ലബീദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ആദ്യം മുശ്രിക്കായിരുന്നു, പിന്നെ അദ്ദേഹം സ്വാലിഹായ മുഅ്മിനായി. അദ്ദേഹത്തെ മുസ്ലിം ലോകം അംഗീകരിച്ചു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് സർവ്വ ബഹുമതിയോടുകൂടെയും അദ്ദേഹത്തെ മറവ് ചെയ്തു. ആ കാലത്താണ് അദ്ദേഹം മരണപ്പെട്ടത് റളിയല്ലാഹു അൻഹു. ഇസ്ലാമിന്റെ രാഷ്ട്രത്തിന്റെ ഇസ്ലാമിക സമൂഹത്തിന്റെ ആസ്ഥാന കവിയായി അംഗീകരിക്കപ്പെട്ടു. ആര്? ലബീദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിനെ റസൂൽ ഭയങ്കരമായിട്ട് പ്രശംസിച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞത്?
അസ്ദഖു കലിമത്തിൻ ഖാലഹ ശാഇറു കലിമത്തുൽ ലബീദ്. ലബീദ് എന്ന കവിയുടെ കവിത വല്ലാത്തൊരു കവിതയാ. അദ്ദേഹം വല്ലാത്ത സത്യവാനായ കവിയാ. അപ്പോൾ കവിത എന്ന സംഗതിയെ വിമർശിക്കലല്ല ലക്ഷ്യം. അത് അള്ളാഹുവിൽ എത്തിച്ചേരണം. ഏതും അള്ളാഹുവിൽ എത്തിച്ചേരണം. അപ്പോൾ അത് അള്ളാഹിനെ വെളിപ്പെടുത്താനാവണം. ഏതാണ് അദ്ദേഹം അള്ളാഹിനെ പറ്റി പറഞ്ഞ അദ്ദേഹത്തിന്റെ കവിത? വല്ലാത്ത കവിതയാ. എന്താ അദ്ദേഹം പറഞ്ഞത്? അലാ കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ ബാതിലുഹു വകുല്ലു നഈമിൻ ലാ മഹല തസായിലു. അല്ലാഹു അല്ലാത്തതെല്ലാം നിഷ്ഫലമാണ്. ഒന്നിനും കഴിയൂല. ആർക്കേ കഴിയുള്ളൂ? അള്ളാഹു കഴിയുള്ളൂ. ഒരു സൂഫി പറഞ്ഞു, അള്ളാഹുവേ നീയും ഞാനും നോക്കിയാൽ ഭാഗ്യക്കാരൻ ഞാനാണ്. കാരണം എനിക്ക് എന്തിനും കഴിയണ റബ്ബുണ്ട്, നീയുണ്ട്. നിനക്ക് ഒന്നിനും കഴിയാത്ത ഞാനുണ്ട്. അപ്പോൾ ഭാഗ്യക്കാരൻ ഞാനാണ്. അവിടെയും വൽപ്പത്രം പറയാം. ആരുടെ വൽപ്പത്രം? അള്ളാന്റെ വൽപ്പത്രം. അള്ളാന്റെ വൽപ്പത്രാണ്. അള്ളാഹു തല തൗഫീഖ് തരട്ടെ. അള്ളാന്റെ വലിപ്പത്തരം പറയാം. അള്ളാന്റെ വലിപ്പത്തരം പറയാ. അത് പാട്ടായാലും വേണ്ടില്ല, കവിത ആയാലും വേണ്ടില്ല, എന്തായാലും വേണ്ടില്ല. പാട്ട് പാടിയാൽ സ്വർഗത്ത്, പാട്ടുകൊണ്ട് സ്വർഗത്ത് കിടക്കും, വയറുകൊണ്ട് സ്വർഗത്ത് കിടക്കും, മുതലോണ്ട് സ്വർഗത്ത് കിടക്കും. മുതലോണ്ട് സ്വർഗത്ത് കിടക്കും അല്ലേ? എന്റെ ആ മുതൽ അള്ളാഹിനെ വെളിപ്പെടുത്താൻ വേണ്ടിയായി. രണ്ട് കാര്യത്തിലല്ലാതെ അസൂയ പാടില്ല. ഏതാ രണ്ട് കാര്യം? രണ്ടാൾക്ക് നൽകിയ കാര്യത്തിലല്ലാതെ അസൂയ പാടില്ല. റജുലുൻ ആതാഹുല്ലാഹു ആദൽ കിതാബ ഫഖാമ ബിഹി അനാ അല്ലൈലി വഅത്റാഫൻ നഹാരി. ഒരാൾക്ക് അല്ലാഹു തആല പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തു. ഫഖാമ ബിഹി, അയാൾ ഖുർആൻ കൊണ്ട് നിലകൊണ്ടു. അനാ അല്ലൈലി, രാത്രിയുടെ യാമങ്ങളിലും, വഅത്റാഫൻ നഹാരി, പകലിന്റെ ഭാഗങ്ങളിലും. ഒരാൾക്ക് അള്ളാഹു ഖുർആനെ പഠിപ്പിച്ചു കൊടുത്തു. അയാൾ രാത്രിയുടെ യാമങ്ങളിലും പകലിന്റെ ഭാഗങ്ങളിലും അള്ളാഹുവിന്റെ പരിശുദ്ധ കലാം കൊണ്ട് അള്ളാഹിനെ വെളിപ്പെടുത്താൻ വേണ്ടി മെനക്കെട്ടാൽ അയാളെ പോലെയാകാൻ അസൂയ വെക്കാമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇവിടെ അസൂയക്ക് സാങ്കേതിക അർത്ഥമല്ല, അസൂയയുടെ സാങ്കേതിക അർത്ഥമല്ല. അസൂയയുടെ സാങ്കേതിക അർത്ഥം തമന്നി സവാലി നിഅമത്തിൽ ഗൈരി, മറ്റുള്ളവരുടെ നിഅമത്ത് നീങ്ങിപ്പോകാൻ ആഗ്രഹിക്കലാണ്. അതല്ല ഇവിടെ അസൂയയുടെ ഉദ്ദേശം. പിന്നെന്താ? കൊതിക്ക, അതുപോലെ ആകാൻ കൊതിക്ക. പിന്നെ രണ്ടാമത്തെ ആളും കൂടി ഉണ്ട്, കൊതിക്കാവുന്ന രണ്ടാമത്തെ ആൾ. ആരാ? ഒരാൾക്ക് അള്ളാഹു വലിയ സമ്പത്ത് കൊടുത്തു. ഫഅൻഫഖ ഫീ സബീലില്ലാഹ്, അള്ളാഹനെ വെളിപ്പെടുത്താനായ പണം അയാൾ ചെലവഴിച്ചു കൊണ്ടേയിരുന്നു. രാത്രിയുടെ യാമങ്ങളിലും പകലിന്റെ ഭാഗങ്ങളിലും. എങ്കിൽ അയാളെ പോലെയാകാനും കൊതിക്കാമെന്ന് മുഹമ്മദ് മുസ്തഫ. അവൾ പണം, എല്ലാവരും പണത്തിനെ കുറ്റം പറയും. പണം എന്തെന്നെയാണ്? അള്ളാഹിൽപ്പെട്ടതാണ്. അള്ളാഹ് വെളിപ്പെടുത്താനുള്ളത് തന്നെയാണ്. അതുണ്ടാവണല്ലോ എന്തും. അപ്പൊ ഇന്നാലിന്നത് എന്നില്ല. ഞാൻ പറഞ്ഞില്ലേ ഒരു ബാർബറ ഉദാഹരണം. അതും എന്തും അള്ളാഹിനെ വെളിപ്പെടുത്താം. ഒരാൾ എന്ത് ചെയ്ത്? കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് ഒരാൾ എന്ത് ചെയ്ത്? ചെറിയ ചെറിയ പോത്തും കുട്ടികളെ, മൂരിക്കുട്ടികളെ വാങ്ങിയിട്ട് പോറ്റി. പല ആളും വന്ന് വില പറഞ്ഞു, അയാൾ കൊടുത്തില്ല. അയാൾക്ക് ഉദ്ദേശം ഉണ്ട്. എന്ത്? ഒന്ന്, ഇയാൾ പാവാണ്, അയാൾക്ക് ഇതുകൊണ്ടൊരു വരുമാനം ഉണ്ടാകണം. 2, ഉളിയത്തിന് സമയം വരുമ്പോൾ അതൊരു മിതമായ വിലക്ക് ഒളിയത്തിറക്കണവർക്ക് വെക്കണം. അയാൾ പോറ്റി വളർത്തിയ അതിൻ്റെ മേലാണ് എന്ത് ചെയ്യേണ്ടത്? ഒരു തുക്കബിറുല്ലാഹ അലാ മാതാക്കും, തക്ബീർ ചൊല്ലി ഇറക്കണം. എന്നാ അയാൾക്ക് ഉളിയത്തിറക്കാൻ കഴിയോ? ഇല്ല. അയാൾ ആരാണ്? പച്ചപ്പാവാണ്. പക്ഷെ മതി, അയാളും അള്ളാഹിനെ ഉൾപ്പെടുത്തിയവനാ, പോത്തിനെ പോറ്റിയവൻ. ലക്ഷ്യം എന്താ? അള്ളാഹിനെ പരസ്യപ്പെടുത്തല. അള്ളാഹുവിന് ഈ ഉരുവിന്റെ മാംസവും വേണ്ട, രക്തവും വേണ്ട. വലാക്കി യനാലുഹു തഖ്വാ മിൻകും, അള്ളാഹുവിനുള്ള ഭയഭക്തിയാണ് നിങ്ങൾ കാണിക്കുന്നതാണ് അള്ളാഹു നോക്കുക. പിന്നെയോ കദാലിക സഖറഹ ലക്കും, അതിനാണ് അള്ളാഹു നിങ്ങൾക്ക് അതിനെ വഴിപ്പെടുത്തി തന്നത്. ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും, നിങ്ങളെ നേർമാർഗത്തിലേക്ക് തിരിച്ചതിന് നിങ്ങൾ എന്ത് ചെയ്യണം? തക്ബീർ ചൊല്ലിയിട്ട് എന്ത് ചെയ്യണം? അതിനെ മറക്കണം. അപ്പൊ അതിനു വേണ്ടി ഒരാൾ പോത്തുകുട്ടിയെ പോറ്റി, മൂരിക്കുട്ടിയെ പോറ്റി, പോത്തുകുട്ടിയെ പോറ്റി, ആടുകുട്ടിയെ പോറ്റി. പലരും വില പറഞ്ഞു, പറ്റൂല. പലരും വില പറഞ്ഞു, പറ്റൂല. അയാളുടെ ലക്ഷ്യം എന്താണ്? വെറുതെ കൊടുക്കാൻ ഇയാൾക്ക് കഴിയില്ല, ഇയാൾക്ക് ഉള്ളതെത്തറക്കാൻ കഴിയില്ല. ഇയാൾ ഇതുകൊണ്ട് ചെലവഴിഞ്ഞ് പോണ ആളാ.
ഈ പോത്തുംകുട്ടികളെ പോറ്റിയിട്ട് ഇങ്ങനെ വാങ്ങി പലയിടത്തും അരിയും സാധനം വാങ്ങി ഈ കടം വിട്ടുന്ന അയാൾ ഏത് സമയത്താ ദോലയത്തിന് വിറ്റിട്ട് കടം വിട്ടുന്ന ആളാണ്. ഇയാൾ പാവാണ്. അപ്പൊ അയാൾക്ക് വെറുതെ കൊടുക്കാൻ കഴിയോ? ഇല്ല. പക്ഷെ അയാളും എന്തിൽപ്പെടും? അള്ളാഹുവിന്റെ നാമത്തെ വെളിവാക്കുക. അയാൾക്ക് കഴിയുന്ന മതി അയാൾ അധ്വാനിച്ചു. ഒരു മിതമായ വിലക്ക് പോത്തിനെ കിട്ടി. അവർ തെക്ബീർ ചൊല്ലിട്ട് എന്ത് ചെയ്ത്? പോത്തിനർത്ത്. എന്താ ഇബ്രാഹിമിന്റെ പ്രത്യേകത? അലൈഹിസ്സലാം അള്ളാനെ വെളിപ്പെടുത്തി. അപ്പോൾ ഞാൻ വിശദീകരിക്കുന്നില്ല. ചെല്ലോണം ചിന്തിക്കും. മനുഷ്യ, നിന്റെ ബാധ്യത വെറുതെ നിസ്കരിക്കല്ല, വെറുതെ പൊലിക്കല്ല, അതൊക്കെ ചെയ്തോ, അതിനൊക്കെ കൂലി ഉണ്ടാവും. നിന്റെ ഏറ്റവും വലിയ മഹത്വം നീ അള്ളാഹുവിനെ വെളിപ്പെടുത്താൻ സഹായിക്കുന്നതിലാണ്. അള്ളാഹു സ്വയം തന്റെ ദാത്ത് കൊണ്ട് ഭൂമിയിൽ വെളിപ്പെടൂല. ആരെ നാവിലൂടെ അല്ലാതെ? മോമിന്റെ നാവിലൂടെ അല്ലാതെ. അതുകൊണ്ട് ഖുർആൻ മൊത്തം അള്ളാഹിനെ വെളിപ്പെടുത്തലാണ്. ഫുറൂഇയായ ആയത്ത് വളരെ കുറവാ, ഒക്കെ അള്ളാഹിനെ വെളിപ്പെടുത്തുക. മനസ്സിലായില്ല? 6000 ചില്ലാനം ആയത്തിൽ കുറഞ്ഞ ആയത്തെ ഫുറൂഇയാത്തുള്ളൂ. നിസ്കാരം, നോമ്പാദി ആയത്തുകൾ എത്രയുള്ളൂ? വളരെ കുറവാ. പ്രധാനപ്പെട്ട അമലാണല്ലോ വെള്ളിയാഴ്ച അല്ലേ നിസ്കാരം, ജുമുഅ. 6600 ചില്ലാനം ആയത്തിന്റെ ഇടയിൽ ജുമുഅക്കുള്ളത് ഒരായത്താണ്. ഒന്ന്, രണ്ടാമത്തെ ആയത്തില്ല. എന്നാ ജുമുഅ അത്ര വലിയ അമല. പക്ഷെ അപ്പൊ പിന്നെ ഇത്ര ആയത്ത് എന്തിനാ? അള്ളാന്റെ വലുപ്പത്തിന് അങ്ങനെ പറയുന്നേ. ഈ ആയത്തോ തന്നെ, ആ ആയത്തോ തന്നെ, ആ സൂറത്തോ തന്നെ, മറ്റേ സൂറത്തോ തന്നെ, എന്ത് പറയാ? അള്ളാന്റെ വലുപ്പത്തരം പറയാം. അതുപോലെ തന്നെയാണ് യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്. അള്ളാന്റെ ദിക്ർ, അള്ളാനെ പറ്റി പറഞ്ഞോടത്തേക്ക് വാഞ്ഞോളീ. അതും അള്ളാനെ വെളിപ്പെടുത്തിയതാ. ഒക്കെ അതിനാണ് കുട്ടിയെ വില ഉള്ളത്. അള്ളാനെ, മനുഷ്യന്റെ കഴിവത അള്ളാനെ വെളിപ്പെടുത്തുക. അതിന് പാട്ട് പാടിയാൽ, അതിനെ ഓടുക, നല്ല ഓത്ത് സ്വരമുള്ള ഓത്ത് പഠിച്ച് ഓതിയാൽ ഒരൊറ്റ ഓത്ത് മതി, ജനം കൽബ് പൊട്ടിപ്പോവും. അവന്റെ കഴിവതാണ് സ്വര ഭംഗി. ആ സ്വരഭംഗിയിലൂടെ ചില ആളുകൾ, അബ്ദുറഹ്മാൻ സുദൈസ് ഒരു ദിവസം ഒരു വത്തീനി വസ്സൈത്തൂനി ഓതിയിട്ട് ഞാൻ തിരിച്ചുപോയി. 3 ദിവസം ഞാൻ ആ വത്തീനി വസ്സൈത്തൂനി വതൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ ഫമാ യുകദ്ദിബുക ബഅദു ബിദ്ദീൻ അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ. ഈ സൂറത്ത് ജുമുഅന്റെ 1ാമത്തെ റക്അത്തിൽ ശൈഖ് അബ്ദുറഹ്മാൻ സുദൈസ് ഓതിയിട്ട് എൻ്റെ തല നാശമായി. ഞാനവിടെ ഇരുന്ന് ജുമുഅ കഴിഞ്ഞിട്ട് എല്ലാവരും പോയിട്ടും ഞാനവിടെ ഇരുന്നു. എനിക്ക് എണീക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് തോന്നുക ജുമുഅ കഴിഞ്ഞിട്ടില്ല. 3 ദിവസം എനിക്ക് തോന്നി ഇവിടെ എപ്പോഴും ഓത്ത് നടക്കുന്നുണ്ട്, ഇപ്പോഴും ജുമുഅ കഴിഞ്ഞിട്ടില്ല. എൻ്റെ അത് ശബ്ദത്തിൻ്റെ മാസ്മരിക ഭാവമാണത്. അത് മതിയാവും ആ മനുഷ്യന് സ്വർഗം കിട്ടാൻ. അള്ളാഹു തൗഫീഖ് കൊടുക്കട്ടെ, അള്ളാഹു തൗഫീഖ് കൊടുക്കട്ടെ. 1000 ഇരട്ടി വലിയ പാട്ടുകാരനല്ല ഓത്ത്. പക്ഷേ അള്ളാഹു തൗഫീഖ് കൊടുത്തു, മുഅ്മിനായി. പാട്ടിലൂടെ സമ്പാദിച്ചത് മുഴുവനും അയാൾ മൊത്തം മരവിപ്പിച്ചു. ഒരൊറ്റ രൂപ വാങ്ങിയില്ല. സമ്പാദ്യം മൊത്തം ഒഴിവാക്കി. എന്തേ? അള്ളാഹിന്റെ മാർഗത്തിലേക്ക് ഖേദിച്ചു തുടങ്ങി. എത്ര ആളുണ്ട് അങ്ങനെ? അപ്പൊ നിങ്ങളോ അള്ളാഹിനെ വെളിപ്പെടുത്തുക, ഇതാണ് ഒരു അബ്ദിന്റെ ഉത്തരവാദിത്വം. അതും ബഅദ് പറയും ബഅദിലൂടെ ആവും. പാട്ട് എഴുതുന്നവൻ പാട്ടിലൂടെ ആകും, പാട്ട് പാടുന്നവൻ, പാട്ട് എഴുതുന്നവൻ, ഇവർക്കൊക്കെ ഉണ്ട്. പ്രസംഗിക്കുന്നവൻ, പണക്കാരൻ, കുട്ടി, രക്ഷിതാവ്, എല്ലാവരുടെയും മർമ്മം എല്ലാം. ഉളഹിയത്തിന്റെ മൃഗത്തെ നേരത്തെ വാങ്ങണം, ജനം കാണെ അതിനെ പോറ്റണം. കാണുന്നവർക്കെല്ലാം ആരെ ഓർമ്മ വരും? സയ്യിദുനാ ഇബ്രാഹിമിനെയും അലൈഹിസ്സലാം, ഇബ്രാഹിമിനെ പ്രാർത്ഥനാക്കിയ റബ്ബായ തമ്പുരാനെയും. അപ്പം മനസ്സിലായില്ലേ? അന്ന് വാങ്ങിയിട്ട് നടക്കല്ല. ഏറ്റവും കൂലി എന്താ? നേരത്തെ തന്നെ വാങ്ങുക. ഏറ്റവും എന്തുള്ളത് വാങ്ങുക. ഒരു 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 ചെറിയ മോശം പോലും പാടില്ല, ഒരു ചെവിക്കൊരു പൊട്ട് പോലും പാടില്ല. മാർക്കറ്റിൽ വില കുറഞ്ഞു കിട്ടും, പറ്റൂല. കാരണം ഇത് അള്ളാഹിനെ വെളിപ്പെടുത്താനാ. അപ്പൊ അതിനെ കണ്ട ചോർക്കുണ്ടാണ്. അതാണത്, അള്ളാഹിനെ വെളിപ്പത്തരാ. അതന്നെ വെളിപ്പത്തരം. എന്തുകൊണ്ട്? ഫാത്തിമ സബഖത്നി വഅനഅലൽ ബുറാഖി വഹിയ അലാ ഉളഹിയതിഹാ. യാ അല്ലാഹ്, ഫാത്തിമ സബഖത്നി, ഫാത്തിമ എന്റെ മുന്നിൽ കടന്നു. വഹിയ വഅന അലൽ ബുറാഖി, ഞാൻ ബുറാഖിന്റെ മുകളിൽ ഇരുന്നിട്ട് പോലും. വഹിയ അലാ ഉളഹിയതിഹാ, ഫാത്തിമ, ഫാത്തിമക്ക് വേണ്ടി അറുത്ത ഉളഹിയത്തിന്റെ മേലെയായിരുന്നു. അതാണ് പറഞ്ഞത്. ഫാത്തിമക്ക് വേണ്ടി അറുത്ത റളിയല്ലാഹു അൻഹ, ഫാത്തിമക്ക് വേണ്ടി അറുത്ത
ഉളഹിയത്തിന്റെ പുറത്താണ് കയറിയിരുന്നത്, ഞാനോ ബുറാഖിന്റെ മേലെയുമാണ് ഇരുന്നത്. എന്നിട്ടും ഫാത്തിമ സബഖത്തിനി, ഫാത്തിമ എന്റെ മുന്നിൽ കടന്നു. ഫാത്തിമാന്റെ വാഹനം ബുറാഖിന്റെ മേലെയാണ് ഉളഹിയത്തിന്റെ മൃഗം ചാടിയത്. കാരണം ബുറാഖിനെ ഒരിക്കൽ പോലും അള്ളാഹുവിന്റെ നാമത്തിൽ അർത്ഥിട്ടില്ല. ആരെയാണ് അർത്ഥത്? ഉളഹിയത്തിനെയാണ്. അള്ളാഹിനെ ഒളിവാക്കാൻ വേണ്ടി അർത്ഥമാണ് ഉളഹിയത്തിനെ. അതെങ്ങനെയാണ് മേലെ ബുറാഖ് എന്ന് പറഞ്ഞാൽ കണ്ണത്തിനടുത്ത് കാലെത്തും. ആ ബുറാഖിന്റെ മേലെ മുന്നിലേക്ക് ആര് കടന്നു? ഫാത്തിമാന്റെ ഉളഹിയത്തിന്റെ ഒട്ടകം. ബുറാഖ്, ഞാൻ എന്തുമലാണ്? ഞാൻ ബുറാഖിന്റെ മേൽ ആയിട്ട് പോലും ഫാത്തിമയുടെ ഉളഹിയത്തിന്റെ മൃഗമാണ് മുന്നോട്ട് ചാടിയതെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. യാ അല്ലാഹ്, എന്താ പറഞ്ഞത്? അല്ലാഹ്, ഞാൻ അവസാനിപ്പിക്കാം. അള്ളാന്റെ വലിപ്പത്തലാണ് കുട്ടിമോനെ, അതാണ് വലിപ്പത്തരം. അതിന് കഴിഞ്ഞോ? അതന്നെ വലിയ കാര്യം. അള്ളാഹുവിന്റെ വലിപ്പത്തരം അതിനാർക്ക് കഴിഞ്ഞോ? അവൻ ഇബ്രാഹിമിന്റെ ആവർത്തനമാണ് അലൈഹിസ്സലാം. സയ്യിദുന ഇബ്രാഹിം അവരെന്താ ചെയ്തത്? അള്ളാന്റെ വലിപ്പത്തരം കാണിക്കാൻ. വൽ ഫജ്രി വൽ ഫജ്രി വൽ ഫജ്രി എന്താ അർത്ഥം? ബലി പെരുന്നാളിന്റെ പ്രഭാതം തന്നെയാന്നല്ലേ അർത്ഥം? അങ്ങനെയല്ല അർത്ഥം, കേട്ടോ. വൽ ഫജ്രി, ദബീഹായ ഇസ്മായിലിനെ ഇബ്രാഹിം അള്ളാഹുവിന് വേണ്ടി അറക്കാൻ കൊണ്ടുപോയ രാവിലെയാണ്. അതാണ് പ്രഭാതം, അതാണ് വൽ ഫജ്രി. വലയാലിൻ ആശിരിൻ, അതിനുവേണ്ടി ഇബ്രാഹിം തീരുമാനം എടുക്കാൻ വേണ്ടി കാത്തിരുന്ന 10 രാത്രികൾ തന്നെയാണ് സത്യം. വശഫഈ, സമർപ്പിക്കാൻ ഇറങ്ങിയ ബാപ്പയും മകനുമാണ് സത്യം. വൽവത്രി, ഒറ്റയായ അള്ളാഹു തന്നെയാണ് സത്യം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതന്നെയാണ് ദബീഹ്, അതന്നെയാണ് മുഹമ്മദും. ദബീഹിന്റെ പരമ്പരയിലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദബീഹാണ് ഇസ്മായിൽ. ഇസ്മായിലിനെ അറക്കാൻ കൊണ്ടിട്ടുണ്ട് സയ്യിദുനാ ഇസ്മായിൽ. ആ കുട്ടിയോട് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് ഇബ്രാഹിം. പക്ഷെ അള്ളാഹിനെ വെളിപ്പെടുത്താൻ അറക്കാൻ പറഞ്ഞു. فلما أسلم وتله للجبين وناديناه أن يا إبراهيم قد صدقت الرؤيا إنا كذلك نجزي المحسنين إن هذا لهو البلاء المبين. ഏറ്റവും വലിയ പരീക്ഷണത്തിൽ വിജയിച്ചു സയ്യിദുനാ ഇബ്രാഹിം. അള്ളാഹിനെ വെളിപ്പെടുത്താൻ കഴിയുന്നവരൊക്കെ അതിന് നിൽക്കണം. എല്ലാവരും കഴിയണം. കഴിവുള്ളവർ കൂടുതൽ അർക്കണം. നിഅമത്തുള്ളവർ ഒന്നിനൊന്നും അർത്താൻ പോരാ, കൂടുതൽ അർക്കണം. നിഅമത്തുള്ള ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ട്. ഒരു ഉളഹിയത്തൊന്നും മതിയാവൂല, കൂടുതൽ അർക്കണം. മുത്തു മുഹമ്മദ് മുസ്തഫ അർത്ഥത് 1 കൂടുതലാണ്. 100 അർത്ഥ കൊല്ലമുണ്ട് റസൂലുള്ളാഹ്. എത്ര? 100 അർത്ഥ കൊല്ലമുണ്ട് മുത്തു മുഹമ്മദ് മുസ്തഫ. 100 അർക്ക അങ്ങനെയുള്ള കൊല്ലമുണ്ട് മുത്തു മുഹമ്മദ് മുസ്തഫ. 5000 കാളയും 5000 ഒട്ടകവും 20,000 ആടുമാണ് ഉളഹിയത്ത്. ആരുടെ? സയ്യിദുനാ സുലൈമാന്റെ അലൈഹിസ്സലാം. മലയാളിയാണ്. അതിനനുസരിച്ച് എത്ര? 5000 ഒട്ടകം, 5000 കാള, 20,000 ആടുകൾ. അതാ ഉളഹിയത്ത്. ആരുടെ? സയ്യിദുനാ സുലൈമാൻ. മലയാളിയാണ്. അതിനനുസരിച്ച്. അല്ലാതെ 7 എത്ര ഉണ്ടാവുന്ന വെക്കല്ല. അവനവൻ അതിന് മെനക്ക അള്ളാന്റെ വലിപ്പത്തരം കാണിക്കാൻ. അതന്നെ നമ്മുടെ ലക്ഷ്യം, അത് തന്നെ ലക്ഷ്യം. അല്ലാഹു അക്ബർ. അള്ളാഹിന്റെ വലിപ്പത്തരം. അല്ലാഹു അക്ബർ തുടങ്ങിയാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവസാനിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് വ്യക്തിപര, അല്ലാഹു അക്ബർ പരസ്യ. അല്ലാഹു അക്ബർ തുടങ്ങിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് അവസാനിക്കുന്നതാണ് മുഅ്മിനായ മനുഷ്യന്റെ ജീവിതം. ജനിക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് കേൾക്കും, അവസാനം മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും. അന്നെ ബാങ്ക് തന്നെയാണ് ജീവിതം. ബാങ്ക് അള്ളാഹിനെ പറ്റി പരസ്യപ്പെടുത്തല, വ്യക്തിപരമായ വാക്കാണ്. എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു അക്ബർ പൗറാണ്, വലിപ്പത്തരാണ്. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് 3 വട്ടം, അല്ലാഹു അക്ബർ 6 വട്ടം. അള്ളാഹു വലിയവനാണ്, അള്ളാഹു ഏറ്റവും വലിയവനാണ്, അള്ളാഹു ഏറ്റവും വലിയവനാണ്. അവന്റെ മേലെ ആരുമില്ല. എല്ലാം അങ്ങനെയാണല്ലോ. അള്ളാഹിനെ പറ്റി പറയാ, അതന്നെയാണ് വലിയ കാര്യം. അതിന് അവസരം ഉണ്ടാക്കുക, അതാണ് വലിയ കാര്യം. അള്ളാഹു ഇഷ്ടപ്പെട്ട ആൾക്ക് അള്ളാഹിനെ ഇഷ്ടപ്പെട്ട്, ഒരാൾക്ക് അള്ളാഹിനെ അത്ര വലിയ ഇഷ്ടമല്ല, അവന്റെ ആവശ്യമാണ് ഇഷ്ടമെങ്കിൽ, അള്ളാഹിന് ഇഷ്ടമില്ല എങ്കിൽ അവൻ ദുആ ചെയ്താൽ അള്ളാഹു തആല ജിബ്രീലിനോട് പറയും, അള്ളാഹിനെ ഇഷ്ടമില്ലാത്ത ഒരാൾ, അള്ളാഹിനെ എനിക്ക് ഇഷ്ടമല്ല, അവൻ എന്താ ഇഷ്ടം? അവന്റെ കാര്യം നടക്കലാണ് ഇഷ്ടമെങ്കിൽ അവൻ ദുആ ചെയ്താൽ അള്ളാഹു തആല ജിബ്രീലിനോട് പറയും, യാ ജിബ്രായിൽ തസ്മഉ കലാമ ഫുലാൻ ഇബ്നു ഫുലാൻ, ഇന്നാലിന്നവന്റെ ശബ്ദങ്ങൾ കേൾക്കണില്ലേ? നിങ്ങൾ അയാളെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കി, വഖളി ഹാജത്ത്, അയാളെ ആവശ്യം നിർവഹിച്ചു കൊടുക്കി. വലാ തുഅഖിർ, നേരം വൈകിക്കരുത്. ഇന്നി അക്റഹു അൻ അസ്മഅ കലാമഹു, അയാളെ വർത്താനം കേൾക്കാൻ എനിക്ക് ഇഷ്ടമല്ല. ചില ആളുകൾ ദുആ ചെയ്താൽ പെട്ടെന്ന് ഉത്തരം കിട്ടും. കാരണം അവൻ്റെ വർത്താനം കേൾക്കാൻ അല്ലാഹു തആലക്ക് താല്പര്യമില്ല. ഇന്നല്ലാഹ യുഹിബ്ബു അബ്ദൻ, അള്ളാഹ്ക്ക് ചില ആളുകളെ ഭയങ്കര ഇഷ്ടമാണ്. അയാളൊരു ആവശ്യത്തിന് അള്ളാഹിനോട് ദുആ ചെയ്താൽ ഫയഖൂലുല്ലാഹു ലിൽ ജിബ്രായിൽ, ജിബ്രീലിനോട് അള്ളാഹ് പറയും, വഖളി ഹാജത്തഹു,
അയാൾ ആവശ്യം നിർവഹിച്ചു ഒരർത്ഥ സ്ഥാജിൽ പെട്ടെന്ന് കൊടുക്കരുത്. ഇനി അസ്മാക്കലാമോ പിന്നെയും 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 പിറ്റി എന്നെ പറ്റി പറയട്ടെ. അയാളെ ദ്വാരണ എന്നെ പറ്റി പറയുക തന്നെയാണ്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പറഞ്ഞോട്ടെ അയാൾ ഇപ്പൊ ഒന്നാളെ കാര്യം നടത്തി കൊടുക്കണ്ട, കുറച്ച് കഴിഞ്ഞോട്ടെ. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ആളുകൾ ചിലപ്പോൾ ദ്വാരന്നാൽ പെട്ടെന്ന് ഉത്തരം കിട്ടും. അള്ളാഹു ഇഷ്ടപ്പെട്ടൊരു ദ്വാരന്നാൽ പെട്ടെന്ന്. എന്തുകൊണ്ട്? ദ്വാ എന്ന് പറഞ്ഞാൽ എന്താ? ദ്വാ എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ പറ്റി പറയാം, ഉത്തരം ഉണ്ടാവുള്ളൂ. ഒരാൾ വന്നിട്ട് നബിയോട് പറഞ്ഞു, നബിയെ കടം കൊണ്ട് കുടുങ്ങിയിട്ടുണ്ട്. അപ്പൊ റസൂലുള്ള കടം വീടാനുള്ള ദ്വാ പറഞ്ഞു കൊടുത്തു. എന്താ കടം വീടാനുള്ള ദ്വാ? اللهم رب السماوات ورب الأرض ورب العرش العظيم ربنا ورب كل شيء فالق الحب والنوى منزل التوراة والإنجيل والقرآن نعوذ بك من شر كل ذي شر أنت آخر بناصيته أنت الأول فليس قبلك شيء وأنت الآخر فليس بعدك شيء وأنت الظاهر فليس فوقك شيء وأنت الباطن فليس دونك شيء يقلع عنا الدين. കടം വീട്ടി തരണമെന്ന് തറയുള്ളൂ, ലാസ്റ്റ് തറ ദൈൻ കടം വീട്ടി തരണേ. അപ്പൊ ഇതുവരെ പറഞ്ഞതോ അള്ളാഹിന്റെ വലുപ്പത്തിലാണ്. اللهم رب السماوات ورب الأرض ورب العرش العظيم ربنا ورب كل شيء فالق الحب والنوى منزل التوراة. ഇതൊക്കെ അള്ളാഹിന്റെ വലുപ്പത്തിലാണ്. ഒക്കെ അള്ളാഹിന്റെ വലുപ്പത്തിലാണ്. ദുആ എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ വലുപ്പത്തിലാണ്. എല്ലാം ഖുർആൻ അള്ളാഹിന്റെ വലുപ്പത്തിലാണ്. നിസ്കാരം അള്ളാഹിന്റെ വലുപ്പത്തിലാണ്. എല്ലാം അള്ളാഹിന്റെ വലുപ്പത്തിലാണ്. എല്ലാം അള്ളാഹിന്റെ വലുപ്പത്തിലാണ്. ഹജ്ജ് അള്ളാഹിന്റെ വലുപ്പത്തിലാണ്. ഒക്കെ അള്ളാഹിന്റെ വലുപ്പത്തിലാണ്. അള്ളാഹിന്റെ വലിപ്പത്തരം പ്രത്യക്ഷപ്പെടുത്തലാണ് അടിമയുടെ ഇബാദത്ത്. അതാണ് വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാതെ വെറുതെ ഒരു ബോധമില്ലാതെ ഇങ്ങനെ ഇരിക്കുക, സുജൂദ് ചെയ്യാൻ നിൽക്കുക എന്നുള്ളതല്ലാതെ അള്ളാഹിന്റെ വലിപ്പത്തരം ഇങ്ങനെ കാണിക്കലാണ്. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അവിടെ അതിനാണ് സാഹചര്യം. അതിന്റെ വ്യക്തി ഏത്, സന്ദർഭം എന്തെന്ന് കണക്കില്ല. അത് അള്ളാഹിന്റെ വലിപ്പത്തരമാണ്. ഒരു ദുആയും സലാത്തില്ലാതെ പാടില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم صل على سيدنا محمد وعلى ال سيدنا محمد. اللهم اغفر لي ذنوبي وافتح لي ابواب رحمتك. തിരിച്ചു അങ്ങനെ തന്നെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم صل على سيدنا محمد وعلى ال سيدنا محمد പറഞ്ഞാൽ നന്നായി. اللهم اني اسالك من فضلك. അന്നെ അപ്പൊ എന്താ ലക്ഷ്യം? അള്ളാഹിനെ ഉൾപ്പെടുത്തലാണ്. ഒന്ന് അള്ളാഹിന്റെ സ്ഥലമാണ്. സംഗതി ഒറ്റ കൽക്കോറി തന്നെയാണ്. പക്ഷെ ലക്ഷ്യം എന്തെന്നാണ് വിഷയം. ലക്ഷ്യമുണ്ട്. ഒരാൾ ലക്ഷ്യത്തിനനുസരിച്ച കാര്യം അതിൻ്റെ മഹത്വത്തിലെത്താം. അള്ളാഹു യഥാർത്ഥ ലക്ഷ്യത്തിന് വേണ്ടി പണിയെടുക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ആളാണ് സയ്യിദുന ഇബ്രാഹിം. ആരും പേടിച്ചിട്ടില്ല. ലോകത്ത് അള്ളാഹിനെ വെളിപ്പെടുത്തുന്നതിന് മുന്നിൽ ഓടി നടന്ന ആളാണ് സയ്യിദുന ഇബ്രാഹിം. അതുകൊണ്ട് ഉളഹിയത്ത് ഇബ്രാഹിം നബിയുടെ അടയാളമാണ്. അതുകൊണ്ട് അത് അള്ളാഹിന്റെ അടയാളമാണ്. അത് വാഹനം തന്നെയാണ്. അത് വാഹനമാണ്. അത് സ്വർഗത്തിലേക്കുള്ള മത്വയ്യത്താണ്. അള്ളാഹു തആല അതിന്റെ പുറത്തു കാണാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. അത് വല്ലാത്ത വാഹനമാണ്.